നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിലും അവരുടെ ലൈഫിൽ എന്താ നടക്കുന്ന സിറ്റുവേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് എന്താ നടക്കുന്നത് എന്ന രീതിക്കും ആവാം. തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്നവർക്ക്, ഓക്കെ, അല്ലാത്തവർക്ക് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുകൂടി നമുക്കൊന്ന്, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സെപ്പറേഷൻ ആവണമെന്നില്ല, ഓക്കെ, എന്നാലും ജസ്റ്റ് ആ പേഴ്സൺസ് തുറന്ന് സംസാരിക്കുന്നില്ല, ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, ഓക്കെ, നമുക്കൊന്ന് നോക്കാം. സ്പൈ വർക്ക് എന്നാണ് ഞാൻ അതിനെ വിളിക്കാറ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അവരെന്താ ചെയ്യുന്നത്, എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമുക്ക് കുറച്ചുകൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? ഓക്കെ, 5 of Pentacles, Chariot, Empress, okay, 5 Wands, Star. എന്താണ് 5 Pentacles, എന്താണ് കാര്യം? ഓക്കെ, 8 of Wands, Justice, 3 of Cups, Fool card, Emperor, okay. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മേ ബി മാരീഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അവർക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. നിങ്ങൾ കാണുന്ന റീഡിങ് നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ കുറിച്ച് ആയിരിക്കാം. ഓക്കെ, 2 തരത്തിൽ പറയാം. വേറെ സിംഗിൾസ് എന്ന രീതിയിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സിംഗിൾസിന് കുറവാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഓക്കെ, സിംഗിൾസ് ആണെങ്കിൽ മേ ബി അവരെ ഫാമിലി എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അവരെ പാരൻസ് എന്ന രീതിക്ക് നമ്മൾ എടുക്കാം. കാരണം ഇവിടെ എംപറർ എംപ്രസ് വന്നിട്ടുണ്ട്. സോ വളരെ പ്രോമിനൻ്റ് ആയിട്ട് എനിക്കിവിടെ മാരേജ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എന്ന രീതിക്കായിരിക്കാം. 2 സിനാരിയോ ആണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് എനിക്ക്. സിംഗിൾസിന് ഇത് അത്ര ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല. ഓക്കെ, എന്നാലും നോക്കാൻ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ 5 of Pentacles ആണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചില നഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആ ലോസ് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരുടെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ, അതായത് അവരുടെ ലൈഫിൻ്റെ ഗ്രോത്ത് എന്ന രീതിക്ക് പറയാം. അവരെ ചിലപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, കരിയറിൽ ഗ്രോത്ത്, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ, ആ രീതിക്കൊക്കെ. ഓക്കെ, ചില ലോസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ചില നഷ്ടങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ പറയാം. അത് ഞാൻ പറയും മെയിൻലി ഇതാണ് ഫൈനാൻസിൻ്റെ ആണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ലൈഫിൽ മൂവ്മെൻറ്റ് ഇല്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ മൂവ്മെൻറ്റ്, അതായത് കാര്യങ്ങളൊന്നും അവർ വിചാരിച്ച പോലെ അവർക്ക് മുന്നോട്ട് നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട് എനിക്ക്. കാരണം ഇതെവിടെയോ ഒരു ജസ്റ്റിസ് ആണ്. ഓക്കെ, ഒരു കർമ്മയുടെ കാര്യമാണ് എനിക്ക് കാണുന്നത്. അവരിപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു എന്തുകൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ബട്ട് ജസ്റ്റിസിൻ്റെ ഒരു സമയമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. ഓക്കെ, ഇതിൽ അതായത് നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ കൊടുത്ത ആ വ്യക്തിയാണെങ്കിൽ, ഓക്കെ, ആരാണോ കുറവ് ചെയ്തത്, ഓക്കെ, ആരാണോ കുറവ് ചെയ്ത് ആ പേഴ്സൻ്റെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെയാണ് നമ്മൾ നോക്കുന്നത്. സോ അവർ നിങ്ങൾക്ക് ഈക്വലായിട്ട് തന്നിട്ടില്ല, ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ലൈക്ക് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഐ തിങ്ക് ഒരു കർമ്മ ബാലൻസ് വരികയാണ്. എനിക്ക് യൂണിവേഴ്സ് കർമ്മ ബാലൻസ് ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കാരണം ഇവിടെ നമ്മുടെ 5 of Wands ഉണ്ട്, കോമ്പറ്റീഷൻ എന്ന് പറയാം. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അവരുടെ ലൈഫിലും ഉണ്ട് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ഇവിടെ ചിലവർക്ക്, കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ, അതായത് ഇപ്പോൾ മാരീഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, മാരീഡ് സിറ്റുവേഷൻസിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലേഡീസ് ആണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയിരിക്കാം. ഓക്കെ, സോറി, എല്ലാവർക്കും അല്ല കേട്ടോ, ഇത് വളരെ കുറവ് പേർക്ക് മാച്ച് ആവുള്ളൂ, നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പോൾ അവർ ഒന്നുമില്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് മാൻ ആണെങ്കിൽ അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആവാനുള്ള, അതായത് അവർ ആരായാലും ശരി, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരായാലും ശരി, അവരുടെ വീട്ടിലൊരു പ്രഗ്നൻസിയുടെ കാര്യം കാണുന്നുണ്ട് ചിലവർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർ കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, സ്റ്റാർ, 8 of Wands. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് ഈ ഇതെവിടെയോ നിങ്ങളെ മിസ്സിങ് എനർജി എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടത് ഒരു ഓർക്കുന്ന പോലെയും എനിക്ക് തോന്നി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിനെ
മാക്സിമം ഹാപ്പിയാക്കി വെക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് എവിടെയോ ഫസ്റ്റ് കാർഡ് വന്നതിന് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, നഷ്ടത്തിൻ്റെ കാർഡാണ്. സോ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഐ തിങ്ക് അവർ മേ ബി പുറമേ കാണിക്കുന്നതായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, വീട്ടിലായാലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അവരുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, ബട്ട് എവിടെയോ അവർ മേ ബി പുറമേയൊക്കെ കാണിക്കുന്നത് അവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു എന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടാവാം. എനിക്ക് അങ്ങനെ കൂടി ഫീൽ ചെയ്തു. പിന്നെ ഇവിടെ ഈഗോയിൻ്റെ കാര്യം പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരല്പം ഈഗോ ഉള്ള വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും അവർ ലൈഫിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ തുറന്നു പറയില്ല. ഓക്കെ, അങ്ങനെ തുറന്നു പറയുന്ന ക്യാരക്ടർ ആവണമെന്നില്ല. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും യാത്രകൾ പോകാനുള്ള പ്ലാൻ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ യാത്ര അതിപ്പോൾ ജോലിയുടെ കാര്യത്തിനാവാം, അല്ലെങ്കിൽ വെറുതെ യാത്രകളാവാം, അങ്ങനത്തെ കാര്യങ്ങളും തോന്നുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒരു ലെയർ ജസ്റ്റ് ഇതേ കണ്ടു. ടവർ, 7 of Wands, യെസ്, 6 of Pentacles, 4 of Swords. ഞാൻ പറഞ്ഞില്ലേ, അവർ സന്തോഷമൊന്നുമല്ല, ഒട്ടും സന്തോഷത്തിലല്ല അവർ കാണിക്കുന്നത്, മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കുന്നത് അവർ ഓക്കെ ആണ് എന്ന രീതിക്ക് അവർ കാണിക്കുന്നുണ്ട്. 3 of Cups ആൻഡ് ഫുൾ കാർഡൊക്കെ ഉണ്ട് ഇവിടെ. അവർ കാണിക്കുന്നത് ഒക്കെ എല്ലാം വളരെ ഹാപ്പിയാണ്, അവരെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ബട്ട് അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ചില തകർച്ചകളുണ്ട്, ചില കാര്യങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 7 of Wands ഉണ്ട്. അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ പുറമെ ആരോടും ഒന്നും അറിയിക്കാതെ, അല്ലെങ്കിൽ കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യാനും അവരൊന്ന് മാക്സിമം എഫേർട്ട് ഇടാനും ഒക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ചിലവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അവരെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അത് അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർ, ആ രീതിക്കൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അല്ല ഇതിപ്പോൾ ഫൈനാൻസിന് മാത്രമല്ല, അവരുടെ ലൈഫിലായാലും അവരുടെ ലൈഫിൽ അവരൊരു ബാലൻസ് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണുന്നത് എനിക്ക്. 4 of Swords, അവർ പക്ഷെ തളരുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരുപാട് ശരിക്കും സ്ട്രെസ് ഉണ്ട്, അവർ പുറമെ കാണിക്കുന്നില്ല പക്ഷെ. ഓക്കെ, പുറമെ അവർ വളരെ ഹാപ്പി ആയിട്ട് മേ ബി ഫാമിലി സന്തോഷിപ്പിക്കാൻ വേണ്ടി പാർട്ടി അല്ലെങ്കിൽ കറങ്ങാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ അവരെ മേലൊരു ബേർഡൻ വരുന്നുണ്ട്. ഓക്കെ, അവരെ മേലൊരു ബേർഡൻ ആയിട്ടാണ് വരുന്നത്, അവർക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും ബേർഡൻ അവർ ക്യാരി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ബട്ട് പുറമെ ആരോടും കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈഗോ മാത്രമല്ല, ഈഗോ എന്ന് മാത്രമല്ല, നമ്മൾ പറയില്ലേ മറ്റുള്ളവരെ മുമ്പിൽ ഒന്നും അറിയിക്കില്ല, ആരോടും ഒന്നും അറിയിക്കില്ല. ഓക്കെ, അവർ അനുഭവിക്കുന്ന വിഷമം, സ്ട്രെസ് കാര്യങ്ങളൊന്നും ആരെയും അറിയിക്കാത്ത രീതിയിൽ അവർ കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, ഇതാണ് അവർ ശരിക്കും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അവർ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫ്. ഞാൻ പറഞ്ഞില്ലേ, കർമ്മ. ഓക്കെ, കർമ്മ അനുഭവിക്കുന്ന ഒരു സമയമാണ്, പക്ഷെ പുറമേ ആരും അറിയുന്നില്ല, അത് വേറെ കാര്യം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ചിലവർക്കാണ്, കുറച്ച് പേർക്ക് മറ്റേ പ്രഗ്നൻസിയുടെ കാര്യം മാച്ച് ആവുള്ളൂ കേട്ടോ. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എന്നെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അവിടെയും പ്രോബ്ലംസ് എന്ന രീതിക്കാണ് പറഞ്ഞത് ഞാൻ. ഓക്കെ, നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് കൂടി എടുക്കാം. നിങ്ങളോടുള്ള ഫീലിംഗ് പേഴ്സൻ്റെ ഇപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? 8 of Cups ആണ്, 10 of Cups, 6 of Swords, 8 of Pentacles, 6 of Wands. നിങ്ങളെ വിട്ട് മാറിപ്പോയതാണ് പേഴ്സൺ. ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതിപ്പോൾ ടോട്ടലി എൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും. ഫാമിലിയെ ചൂസ് ചെയ്തതാണ് അവർ. ഓക്കെ, ഐ തിങ്ക് ഫാമിലിയെ ചൂസ് ചെയ്ത് അവർ മൂവ് ഓൺ ചെയ്ത് പോയതാണ്. ഫാമിലി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടു എന്ന് പറയാം. ഫാമിലി പാരൻസ് സമ്മതിക്കാത്തതാണെങ്കിൽ അത് ചൂസ് ചെയ്തു എന്ന് പറയാം. നിങ്ങളെ വിട്ടുമാറി അവർ പോയതാണ്. ഓക്കെ, അവർ വിചാരിച്ചത്, ബട്ട് അവർക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ റോങ് ഓപ്ഷൻ ചൂസ് ചെയ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ പാരൻസിൻ്റെ വാക്ക് കേട്ടിട്ടായാലും ശരി, നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നന്നായിട്ട് അറിയാം ദറ്റ് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ചോയ്സിനെ. ഓക്കെ, ഇവിടെ 5 Pentacles ഞാൻ ഓൾറെഡി പറഞ്ഞു, നഷ്ടത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുക എന്നാണ് പറയുക. റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അവർ മറ്റു ചോയ്സിനും വേറെ ഓപ്ഷൻസിനും അവർ പ്രയോറിറ്റി കൊടുത്തിരുന്നെങ്കിൽ അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്ത് കാരണം കൊണ്ടായാലും ശരി. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളോട് വളരെയധികം ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവർ ഐ തിങ്ക് മീൻസ് റോങ് ആളെ ചൂസ് ചെയ്തു അവർ. ഓക്കെ, അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട് ഇപ്പം. ഇവിടെ ഫാമിലി, ഈ കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് എനിക്ക് ചെറിയൊരു എലിമെൻറ്റ്. ോട് ഓക്കെ, ഫാമിലിക്ക് വേണ്ടി നിങ്ങളെ വിട്ടുപോയതാണ്. ഓക്കെ, അതാണ് ഇവിടെ ഉണ്ടായത്.
ഓക്കെ, ഇവിടെ വീണ്ടും കാണുന്നത് ഫാമിലിക്ക് വേണ്ടി നിങ്ങളെ വിട്ട് മാറിപ്പോയി എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവർ ഫാമിലിക്ക് വേണ്ടി അവർ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ ടോട്ടലി ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. ബട്ട് എന്നാലും എവിടെയോ അവരെ ലൈഫിനെ സക്സസ് ആക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവരെ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം എഫേർട്ട് മുഴുവൻ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ. ഓക്കെ, ബട്ട് അവർക്ക് എവിടെയോ മനസ്സിന്റെ ബാക്കിൽ അവർക്ക് ആ റിഗ്രറ്റാണ് ആദ്യം തന്നെ വന്നത്. എവിടെയോ അവർക്ക് ആ നല്ല റിഗ്രറ്റ് ഉണ്ട്, ദറ്റ് അവർ വേറെ ഓപ്ഷൻ ചൂസ് ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ചിന്തയുണ്ട് അവർക്ക്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ എവിടെയോ അവർക്ക് ശരിക്കും അവരുടെ ലൈഫിലെ ഒരു ഭാഗ്യം നിങ്ങൾ എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, യെസ് 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 എക്സാക്ട്ലി ഞാൻ വിചാരിച്ച കാര്യം. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് ബൗണ്ടറി വെച്ചത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ലക്കിനെ തന്നെ തടഞ്ഞു എന്നാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. എവിടെയോ നിങ്ങൾ അവരുടെ ലൈഫിൽ ലക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ്. ഓക്കെ, ബട്ട് അവർ നിങ്ങളെ മാറ്റി നിർത്തി അവർ പോയപ്പോൾ ശരിക്കും അവരുടെ ലക്ക് തന്നെ തടസ്സപ്പെട്ടു എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എൻ്റെ മനസ്സിൽ അങ്ങനെയാണൊരു സ്റ്റോറി വരുന്നത്. ഓക്കെ, അവർക്ക് ശരിക്കും നിങ്ങളെ വിട്ടതിന് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന രീതിക്ക് ഞാൻ നോക്കട്ടെ. സോറി, വ്യൂവറിനോടുള്ള ഫീലിങ്സ് അവർക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ആഗ്രഹം. ഓക്കെ, യെസ്, മിസ്സിംഗ് ഫീലിംഗ്, ദ 5 കപ്സ്. ഓക്കെ, അവർ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, അവർ പക്ഷെ സ്റ്റക്കാണ് എന്നാണ് അവർ സ്വയം തോന്നുന്നത്. ഓ വാവ്, 2 ഓഫ് കപ്സ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചതിന് റിഗ്രറ്റ് ഉണ്ട്. അവർ പെട്ട് നിൽക്കുകയാണ് ചില സിറ്റുവേഷനിൽ. ഓക്കെ, ഫാമിലിക്ക് വേണ്ടി അവരിപ്പോൾ ചെയ്തേ പറ്റൂ എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. മോസ്റ്റ്ലി ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആൾക്കാർക്കും അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ പാരൻസിൻ്റെ വാക്ക് കേട്ടോ എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടി പോയതും ആയിരിക്കാം, അങ്ങനെയും പറയാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി പറയാം. ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെട്ടത് അവർക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെൻഡിക്കിൾസ്, ഏസ് ഓഫ് സോഡ്സ്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം, ക്ലാരിറ്റി തരണം. ഓക്കെ, നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയണം, നിങ്ങളുടെ അടുത്ത് തിരിച്ച് ഒരു കമ്മിറ്റ്മെന്റോടെ വേണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, പ്ലാനിങ് ചെയ്യുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് തിരിച്ചു വരാൻ പറ്റുക, എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ശരിയാക്കാൻ പറ്റുക എന്ന രീതിക്കൊക്കെ ആലോചിക്കുന്നുണ്ട്. പേജ് ഓഫ് വാൻസ് മെസ്സേജ് ആണ്. സോ മെസ്സേജ് ചെയ്യണം എന്ന രീതിക്ക് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എവിടെയോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് ആദ്യത്തെ കാർഡ് കണ്ടപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ അവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല തോന്നലുണ്ട്, തരും നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് അവർക്ക് ആ നഷ്ടങ്ങൾ വന്നത് എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ലൈഫിലെ ലക്ക് നിങ്ങളായിരുന്നു എന്ന് പറയാം. ഓക്കെ, അത് അവർ നഷ്ടപ്പെടുത്തി എന്നപ്പോൾ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി നോക്കിയേക്കാം. ഐ തിങ്ക് മേ ബി ഒരു കർമ്മ ക്ലിയർ ആവുന്ന ഒരു സമയമായിരിക്കാം, അതിൻ്റെ ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഏസ് ഓഫ് പെൻഡിക്കിൾസ്, നമ്മൾ ലാസ്റ്റ് വന്ന കാർഡ്. ഓക്കെ, സൺ, സ്ട്രെങ്ത്, എംപവർമെന്റ്, സെലിബ്രേഷൻ, വെരി ഗുഡ്. ടോക്സിറ്റി, ബൗണ്ട്, പാറ്റേൺസ്, ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻഡിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. Contracts, career commitments, fate, detours, intervention, courage. Yes. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയത്. അതിപ്പോൾ പാരൻസ് ആയാലും ശരി, ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ രീതിയിലായാലും ശരി. ഓക്കെ, അവർ കമ്മിറ്റ്മെൻറ്റോടെ അവർ മാറി നിന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുകൊണ്ട് അങ്ങനെയും പറയാം. ഓക്കെ, അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അവർക്കിപ്പോൾ പല കാര്യങ്ങളും, ഞാൻ അതാ പറഞ്ഞ കർമ്മയുടെ കാര്യം. ഓക്കെ, അവർക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്, എന്നിട്ട് അവർ ചെയ്ത തെറ്റുകൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയോ യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർ തെറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ മെർക്യൂറി മെസ്സേജസ് ഒക്കെയാണ്, ട്രാവലിംഗ് ആണ്, നിങ്ങളെ കാണാൻ വരാൻ ചാൻസ് ആണ്, അല്ലെങ്കിൽ മെസ്സേജ് വരും എന്നുള്ള കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പോസിബിലിറ്റി ഉള്ളവർക്ക് കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങളോട് സ്നേഹമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു കമ്മിറ്റ്മെന്റെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഏസ് ഓഫ് സോഡ്സും ഏസ് ഓഫ് പെൻഡിക്കിൾസും ആയിരുന്നു. ഓക്കെ, എനിവേ ഇവിടെ ഫീലിങ്സ് ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് വളരെയധികം സ്റ്റേബിൾ ആയിട്ട് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. സൺ, സ്ട്രെങ്ത്, യെസ്, നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, സിറ്റുവേഷൻസ് നിങ്ങൾ തമ്മിൽ തിരിച്ചു വരും, പേഴ്സൺ തിരിച്ചു വരും, നിങ്ങൾ തമ്മിൽ ഒരു കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവും എന്ന് പറയാം. ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യും. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ
അൺടിൽ ഡെപ്റ്റ് ടേഴ്സ് us apart അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സോൾ കോൺട്രാക്ട് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, സോൾമേറ്റ്സ് ആണ് നിങ്ങൾ, സോൾ കോൺട്രാക്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപോകുന്ന കാര്യമൊന്നും. ആൻഡ് ഇവിടെ കോൺട്രാക്ട് എന്ന് പറയുമ്പോഴും നമ്മൾ കമ്മിറ്റ്മെന്റ് എടുക്കാം. ഇതും കമ്മിറ്റ്മെന്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ യെസ്, തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെയും കമ്മിറ്റ്മെന്റ് 3 പ്രാവശ്യമാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് കാര്യം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പേഴ്സൺ ഗിഫ്റ്റുമായിട്ട് വരാൻ സാധ്യതയാണ്. ഓക്കെ, നിങ്ങളെ കാണാൻ വരാൻ സാധ്യതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു സന്തോഷമായ ഒരു വാർത്തയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അവർ നിങ്ങളെ കാണുമ്പോൾ ഒരു ഗിഫ്റ്റ് തരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ചില ഇടയിൽ ചില കാര്യങ്ങൾ നടന്നു, ശരിയാണ്. ഓക്കെ, ബട്ട് അത് ആവശ്യമായിരുന്നു. ഓക്കെ, ഞാൻ പറയാറുണ്ട് ചില സമയത്ത് സെപ്പറേഷൻസ് ആവശ്യമാണ്. അപ്പോഴേ ചില നിങ്ങളുടെ വാല്യൂ ഒക്കെ പേഴ്സൺ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമായിരുന്നു അവിടെ. ഓക്കെ, യൂണിവേഴ്സായിട്ട് അത് ചെയ്തതാണ്. ടോക്സിസിറ്റി ബൗണ്ട് പാറ്റേൺ, നിങ്ങളുടെ പേഴ്സൺ ചില ടോക്സിക് സിറ്റുവേഷനിൽ ബൗണ്ടാണ്, പെട്ട് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 8 of Swords 9 of Swords ഒക്കെ പറഞ്ഞു. പേഴ്സൺ ടോക്സിക് ആയിട്ടുള്ള എൻവയറമെൻറ്റിലാണിപ്പോൾ. അവർ പാർട്ട്ണർ, ഓക്കെ, ആര് തന്നെ ആയാലും ശരി, അവരിപ്പോൾ പാരൻസ് ആയാലും ആരായാലും അവരൊരു കാർമിക് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് അവർ പുറത്തു വരും എന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് ചേഞ്ച് ആൻഡ് കറേജ്, അവർ ആ കറേജ് യൂസ് ചെയ്ത്, നമ്മൾ Ace of Swords കണ്ടു അല്ലേ, അവർ കറേജ് യൂസ് ചെയ്ത് അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വേറെ വലിയ എന്താ പറയുക മലമറിക്കുന്നതൊന്നും അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി അവർ എല്ലാം അവർ എന്താ പറയുക സിറ്റുവേഷൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ നിങ്ങൾക്കായിട്ട് സമയം തരാനോ നിങ്ങളുടെ കൂടെ ഉണ്ടാവാനോ രീതിയിൽ അവരെന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും. ഓക്കെ, സോ മാറ്റങ്ങൾ വരും എന്ന ഉറപ്പാണ്. നിങ്ങളുടെ പേഴ്സൺ വരും, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ കോൺടാക്ട് വരും. ഓക്കെ, ഇപ്പോൾ അവരുടെ ആ ഒരു കർമിക്സ് സമയം ആണിപ്പോൾ. അവർ ചില റിയലൈസേഷൻസ് വരും അവർക്ക്. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.